എന്താണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് പലരും പറയാറുള്ള ഒരു വാചകം, അല്ലെങ്കിൽ സ്വന്തത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായത്, ഞാൻ മാത്രം എന്താ ഇങ്ങനെയായിപ്പോയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്നും ഇതുപോലെ തന്നെയാണോ? നമ്മളതിങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അത് കുടുംബത്തോടൊപ്പമായിരിക്കാം, കൂട്ടുകാരോടൊപ്പമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരോടൊപ്പമായിരിക്കാം. ഏതായിരുന്നാലും ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ട് എന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കാര്യം ഇത് ശാശ്വതമാണോ? കാരണം ഇതിനു മുമ്പും ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമുക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഒരു പക്ഷേ കുറഞ്ഞ സമയം കഴിയുമ്പോഴേക്ക് മാറ്റം വരും. മൂന്നാമത്തെ കാര്യം, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ സമയത്തും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകുക, അങ്ങനത്തെ ഒരവസ്ഥ ഈ ഒരു ജീവിതത്തിലില്ല, ഈ ഒരു ദുനിയാവിലില്ല. എത്ര വലിയ സമ്പന്നനാവട്ടെ, എത്ര വലിയ കഴിവുള്ള ആളാവട്ടെ, അയാളുടെ ജീവിതത്തിലും താഴ്ചകളും ഉയർച്ചകളുമുണ്ട്, കയറ്റങ്ങളും ഇറക്കങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രയാസത്തിലാണോ, നാളെ ഇതിനൊരു പരിഹാരമുണ്ടാകും. കാരണം ജീവിതം ഇങ്ങനെയാണ്. നാലാമത്തെ കാര്യം, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ ഒരു പക്ഷേ ഞാൻ ഒന്നുകൂടി മനസ്സ് വെച്ചാൽ എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഒരു ജീവിതത്തിലേക്ക്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ നേടാൻ കഴിയുന്ന തരത്തിൽ പരിശ്രമിക്കാൻ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് കഴിയുമെന്ന സ്വന്തത്തോടുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങളും മോശം നിമിഷങ്ങളുമുണ്ട്. പല ആളുകളും അവരുടെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കളർഫുൾ ലൈഫ് മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്തേക്കൊരു ഡാർക്ക് ലൈഫ് അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. കാരണം നമ്മുടേത് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് നമുക്കുള്ള പ്രയാസം. എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.